നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക കാലത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തിയിലല്ല, ആയുധങ്ങൾ സാമ്പ്രദായികവുമല്ല എന്ന് പറയാറുണ്ട്. അതിൽ ഒരു വലിയ വാസ്തവികതയുണ്ട്. കാരണം ഒരു ആഖ്യാന യുദ്ധം ഏതൊരു യുദ്ധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ, ആ യുദ്ധത്തിന് മുൻപ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, യുദ്ധാനന്തരം, എല്ലാ ഘട്ടങ്ങളിലും ആഖ്യാനങ്ങളുടെ ഒരു യുദ്ധം നടക്കാറുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരു യുദ്ധസമാനമായ, സത്യത്തിലൊരു യുദ്ധം തന്നെയായിരുന്നു. കാരണം ഏറെക്കാലങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കടന്ന്, പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഭാരതം ആക്രമണങ്ങൾ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ ഭീകരവാദ ക്യാമ്പുകൾ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിലും പാകിസ്ഥാൻ സൈന്യം ഭാരതത്തെ ആക്രമിക്കുവാൻ പിന്നീട് ശ്രമിച്ചതിനെ തുടർന്ന് സൈനിക താവളങ്ങളും ഭാരതം ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ ആത്യന്തികമായി വിജയം നേടിയത് ഭാരതം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും, ലോകരാഷ്ട്രങ്ങളിൽ ആർക്കും സംശയമില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആഖ്യാന യുദ്ധത്തിൽ പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഐഡികൾ ഒരു പടി മുന്നിലായിരുന്നു എന്ന് വേണം പറയാൻ. യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ, യുദ്ധാനന്തരം സത്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവർ പിന്നോക്കം പോയെങ്കിൽ പോലും ആഖ്യാന യുദ്ധത്തിൽ എപ്പോഴും ഭാരതത്തിന് ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഭാരതത്തിൻ്റെ ശക്തിയിലൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ആഖ്യാന യുദ്ധത്തിൽ മറുവശത്തുള്ളത് ഭാരതത്തിനുള്ളിൽ തന്നെയുള്ള ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ മുതൽ അൽ ജസീറ പോലെയുള്ള ആഗോള മാധ്യമങ്ങൾ വരെയാണ്. ഈ അൽ ജസീറയെ ആഗോള മാധ്യമങ്ങളെന്ന് വിളിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, അൽ ജസീറ ഏതാണ്ട് ഖത്തറിൻ്റെ എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക മാധ്യമം തന്നെയാണ്. ഈ അൽ ജസീറയുടെ കാര്യത്തിൽ അവർ ഈ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വിദഗ്ധരാണ്. അവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, അൽ ജസീറയുടെ അറബി മാധ്യമം, അറബി ചാനലുകൾ ഹമാസിൻ്റെ ഔദ്യോഗിക ചാനലുകൾ തന്നെയാണ്. എന്നാൽ അൽ ജസീറയുടെ ഇംഗ്ലീഷ് ചാനൽ LGBTQ അവകാശങ്ങളെ, സമലൈംഗിക അവകാശങ്ങളെയെല്ലാം പിന്തുണയ്ക്കുന്ന ചാനലാണ്. വൈരുദ്ധ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹമാസ് ഗാസയിൽ സമലൈംഗിക വാദികളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗേ, ലെസ്ബിയൻ പ്രകൃതക്കാരെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലുകയാണ് ഹമാസിൻ്റെ പതിവ്. ആ ഹമാസിൻ്റെ ഔദ്യോഗിക ചാനലായ അൽ ജസീറയുടെ ഇംഗ്ലീഷ് പതിപ്പ് ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്നു. LGBTQ ആ സമൂഹത്തെ പിന്തുണയ്ക്കുന്നു. ഇത്രയും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അൽ ജസീറ ലോകമാകമാനം അവരുടേതായിട്ടുള്ളൊരു ഇസ്ലാമിക ആഖ്യാനം സൃഷ്ടിച്ചെടുക്കുവാൻ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ചും അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. അൽ ജസീറയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ബ്രിട്ടനിൽ BBC ഒരു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം, വർഷങ്ങളല്ല മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 7 പ്രധാനമന്ത്രിമാർ മാറ്റപ്പെട്ട ബ്രിട്ടനിലെ ഔദ്യോഗിക സർക്കാരിൻ്റെ ചിലവിൽ നടന്നു പോകുന്ന ചാനലായ BBCക്ക് ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. നരേന്ദ്രമോദി അത്ര പോരാ എന്നുള്ളതാണ് അവരുടെ ഒരു ആഖ്യാനം. ഇത്തരത്തിലുള്ള BBCയും അൽ ജസീറയും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും അവരുടെ തത്വശാസ്ത്രങ്ങളും ഒരിക്കലും ഒരുമിച്ച് പോകാത്ത തത്വശാസ്ത്രങ്ങളാണ് പരസ്യമായി പറയുമ്പോൾ. പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിൽ അവർ ഒന്നാണ് എന്നുള്ള സത്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ ഭാരതത്തെ സംബന്ധിച്ചുള്ള ആഖ്യാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വാർത്താ സംപ്രേഷണ രീതി, വാർത്തകളുടെ ഒരു മാതൃക, വാർപ്പ് മാതൃക നാം പരിശോധിക്കുമ്പോൾ, ഏറ്റവും പുതിയ ഉദാഹരണം ഈ സമീപകാലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. അതായത് ഭാരതത്തിൽ വോട്ടേഴ്സ് ID എല്ലാവരുടെ കയ്യിലുമുണ്ട്. 60 കോടിയോളം ജനങ്ങൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനം രേഖപ്പെടുത്തി, അല്ലെങ്കിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. അവരുടെ എല്ലാം പക്കൽ വോട്ടേഴ്സ് ID ഉണ്ടായിരുന്നു, ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ID. ദീർഘകാലമായി അമേരിക്കയിൽ അത്തരത്തിൽ വോട്ട് ചെയ്യാനെത്തുന്ന, സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ എത്തുന്ന പൗരന്മാരുടെ കയ്യിൽ ഫോട്ടോ ID കാർഡ് വേണമെന്നുള്ള ഒരാവശ്യം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയും, അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ആ ആവശ്യം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ശക്തമായി അത് മനുഷ്യാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ എതിരാളികളായിട്ടുള്ള ഡെമോക്രാറ്റുകളും ഈ
ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയും അമേരിക്കയിൽ പ്രതികരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനത്തെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഭാരതത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഭാരതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിനെ അമേരിക്കൻ രാഷ്ട്രപതി പ്രകീർത്തിച്ചപ്പോൾ അൽ ജസീറ ആ വാർത്തയെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അവരുടെ വെബ്സൈറ്റ് ആ വാർത്തയെ അവതരിപ്പിച്ചത് ഞാൻ ഇനി പറയാൻ പോകുന്ന അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഞാൻ നിങ്ങളെ കാണിക്കാം. US സൈറ്റ് ഇന്ത്യ ഓൺ വോട്ടേഴ്സ് IDs ബട്ട് ആർ ഇലക്ഷൻ അണ്ടർ മോഡി ക്ലീൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ആഖ്യാന യുദ്ധം ശക്തമാകുന്നത്. ആഖ്യാന യുദ്ധത്തിൽ മറുവശത്ത് നിൽക്കുന്ന നമ്മൾ, അതായത് ദേശീയവാദികൾ. ശരിയാണ്, റിപ്പബ്ലിക് പോലുള്ള ദേശീയ ചാനലുകളുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ തത്വമയെ പോലുള്ള ചാനലുകളുണ്ട്. പക്ഷേ ഇനിയും നാം ഏറെ ദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. അങ്ങനെ പറയുവാനുള്ള കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ, ഇത്തരത്തിലുള്ള ശക്തികളുടെ ഇരട്ടത്താപ്പുകൾ പൊളിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ തുറന്നു കാട്ടുന്നതിൽ നാം ഒരുപടി പിന്നോക്കം പോകാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ദേശീയവാദത്തിനോടൊപ്പം നിൽക്കുന്ന ശക്തികൾ ഭിന്നിച്ച് നിൽക്കുകയാണ്. അവർ പരസ്പര വൈര്യം കൊണ്ട് ഭിന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ല, പരസ്പര വൈരം അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു അഹംബോധം എല്ലാവർക്കുമുണ്ട്. വ്യക്തികൾക്ക് ആണ് പറയുന്നത്. തത്വമയെ പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ചാനലിന് അഹംബോധമൊന്നുമില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ പ്രേക്ഷകരുടെ ഒരു സഹകരണം കൂടി മുന്നോട്ടുള്ള ആഖ്യാന യുദ്ധങ്ങളിൽ ദേശീയതയ്ക്കോടൊപ്പം നിന്ന് പൊരുതാൻ തത്വമയ്ക്ക് ആവശ്യമാണ്. അത് ഒരു വാസ്തവം. അത് തത്വമയുടെ പരസ്യമായിട്ടല്ല ഞാൻ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രം. ഇനി വ്യക്തികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, വ്യക്തികളുടെ ആഖ്യാനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അൽ ജസീറയുടെ ഇത്തരത്തിലൊരു വാർത്ത കാണുമ്പോൾ, ഇതിനിപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടാൽ എത്ര പേര് ലൈക്ക് ചെയ്യും? നിങ്ങൾ പോസ്റ്റ് ഇടണം. അവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുവാൻ ഒരല്പം സമയം നിങ്ങൾ ചിലവഴിക്കണം. വളരെ നിസ്സാരമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരാം. 2021 22 കുവൈറ്റിലെ ഷൂറ ഇലക്ഷൻ നടന്നിരുന്നു. കുവൈറ്റിലെ അല്ല, ഖത്തറിൻ്റെ ഔദ്യോഗിക ചാനലാണല്ലോ അൽ ജസീറ. ഈ ഷൂറ തിരഞ്ഞെടുപ്പ് ഖത്തറിൽ നടന്നപ്പോൾ 2021 അവസാനത്തെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവിടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഷൂറ കൗൺസിലിലേക്ക് നടക്കുന്നു. പ്രേക്ഷകർക്കൊരു സംശയം തോന്നാം, എന്താണ് ഈ ഷൂറ കൗൺസിൽ? ഉപദേശക മന്ത്രിസഭ എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ രാജാവിൻ്റെ അല്ലെങ്കിൽ ഖലീഫയുടെ, എന്താണ് അവരുടെ, എമീറിൻ്റെയോ ഉപദേശക മന്ത്രിസഭയാണ് ഈ ഷൂറ കൗൺസിൽ. ആ ഷൂറ കൗൺസിലിൽ 45 അംഗങ്ങളുണ്ട്. അവരിൽ 30 പേരെ തിരഞ്ഞെടുക്കുവാൻ ജനങ്ങൾക്ക് അനുവാദം നൽകി എന്നുള്ള തരത്തിൽ ഒരു ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ 2021 ആദ്യമായി ഖത്തർ അവലംബിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ തന്നെ ആർക്കൊക്കെ വോട്ട് ചെയ്യാം, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടിയാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത്. ഈ 45 അംഗങ്ങളുള്ള ഷൂറ കൗൺസിലിലേക്ക് 30 പേരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ അവർ സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. 15 പേരെ, ബാക്കിയുള്ള 15 അംഗങ്ങളെ രാജാവ് തന്നെ നിർണയിച്ച് തീരുമാനിച്ച് അയക്കുന്നു. അങ്ങനെയായിരുന്നു ആ പ്രക്രിയ നടന്നത്. ഒറ്റത്തവണ മാത്രമേ അത് നടന്നിട്ടുള്ളൂ. അതിനുശേഷം ആ ഷൂറ കൗൺസിലും ജനങ്ങളെല്ലാം ഒരു റഫറണ്ടത്തിലൂടെ ഇനി രാജാവ് തന്നെ ഇവരെല്ലാം നിയമിച്ചാൽ മതി എന്നുള്ളൊരു നിയമം അങ്ങ് പാസ്സാക്കി, അല്ലെങ്കിൽ ഒരു തീരുമാനം അറിയിച്ചു. രാജാവ് പറഞ്ഞു ശരി. ഈ പ്രക്രിയ ഇത്രയും ഞാൻ വിശദീകരിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലും ജനാധിപത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക മാധ്യമമാണ് ഭാരതത്തിലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് കണ്ണീർ വാർക്കുന്നത്. BBC പോയി കഴിഞ്ഞാൽ ബ്രിട്ടനിൽ 7 പ്രധാനമന്ത്രിമാർ വളരെ ചുരുങ്ങിയ സമയങ്ങളിലുള്ളിൽ മാറി മാറി വന്നു എന്നുള്ളത് നിൽക്കട്ടെ ഒരു വശത്ത്. പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ് ബ്രിട്ടനിലെ പെൺകുട്ടികളെ ചെറിയ പ്രായം മുതൽ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കൗമാരത്തിനും താഴെയുള്ള ബാല്യാവസ്ഥയിലുള്ള പെൺകുട്ടികളെ ഗ്രൂം ചെയ്ത് അവരെ പിന്തുടർന്ന് കെണിയിൽപ്പെടുത്തി അവരെ ലൈംഗികമായി ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിൽ മാംസക്കച്ചവടവും മതപരിവർത്തനവും എല്ലാം ചേർത്ത് പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ് അവിടെ അഴിഞ്ഞാടിയപ്പോൾ ഏതാണ്ട് 1,50,000-നും 2,00,000-നും ഇടയിൽ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കഴിഞ്ഞ 36 വർഷങ്ങൾ കൊണ്ട് ഇരയാക്കുന്ന വലിയൊരു ശൃംഖല
ജിഹാദികളുടെ വലിയൊരു ശൃംഖല UK-യിൽ പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ BBC പോലുള്ള മാധ്യമങ്ങൾ മൗനമായിരുന്നു. അവർക്കാണ് ഭാരതത്തിലെ ജനാധിപത്യത്തെ സംബന്ധിച്ച ആശങ്ക. ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഒരു വശത്ത്, ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ മറുവശത്ത്. ദേശീയവാദികൾ ഒരുമിക്കേണ്ട സമയം കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള ആഖ്യാനങ്ങൾക്ക് മറുപടി, അതിന് അസഭ്യവർഷമല്ല മറുപടി, കൃത്യമായിട്ടുള്ള മറു ആഖ്യാനം, പ്രതിയാഖ്യാനം, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്ക് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ഇരട്ടത്താപ്പുകൾ തുറന്നു കാണിക്കുക. അതെല്ലാം അവരൊരു വാർത്ത പറയുമ്പോൾ അതിൻ്റെ ഇഴകീറിയുള്ള പരിശോധനയ്ക്ക് ചിലപ്പോൾ നമുക്ക് സമയമുണ്ടാകില്ല. കാരണം ആ പറയുന്നത് ശുദ്ധ അസംബന്ധമായിരിക്കും. ആ സമയത്ത് അൽ ജസീറ ഈ ഒരു ചോദ്യം ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. US cites India for voter IDs but are elections under Modi clean എന്നവർ ചോദിക്കുമ്പോൾ are elections under Qatar Emir or King clean എന്നുള്ളൊരാഖ്യാനം നാം തിരിച്ച് ചോദിക്കണം, തിരിച്ച് മുന്നോട്ട് വയ്ക്കണം, മറുവശത്തേക്ക് മുന്നോട്ട് വയ്ക്കണം. ആ രീതിയിൽ ദേശീയവാദികളുടെ ഒരു ആവാസ വ്യവസ്ഥ വളർന്നു വന്നില്ല എങ്കിൽ ആ ആഖ്യാന യുദ്ധത്തിൽ ഇവരോടൊക്കെ ഒപ്പം എത്തുവാൻ ഭാരതം ഇനിയും ഏറെ ദൂരം പോകേണ്ടതുണ്ട്. ആ ദൂരം നാം സഞ്ചരിച്ച് തീർക്കുവാൻ എടുക്കുന്ന സമയം ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു ആഖ്യാന യുദ്ധം, ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യുദ്ധങ്ങൾ ഇനി അതിർത്തിയിലല്ല നടക്കുവാൻ പോകുന്നത്. അതിർത്തികളിലെ യുദ്ധങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു വരികയാണ്. ആയുധങ്ങൾ സാമ്പ്രദായികമായിരിക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളാകും ഏറ്റവും ശക്തിയുള്ള, സ്ഫോടകശേഷിയുള്ള, വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ. അണുവായുധങ്ങളൊക്കെ പിന്നീടേ വരികയുള്ളൂ. അണുവായുധങ്ങളുടെ ഉപയോഗത്തിന് പോലും രാജ്യങ്ങളിനി മടിക്കും. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ വിപത്തുകൾ ശത്രു രാജ്യത്തിൽ സൃഷ്ടിക്കുവാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ട് തന്നെയിരിക്കും. പാകിസ്ഥാനിൽ അവരുടെ ഒരേ ഒരു ശക്തി, സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അവരുടെ ശക്തമായ സാന്നിധ്യമാണ്. ഗൾഫ് മേഖല മുതൽ യൂറോപ്പ് വരെ പടർന്നു പിടിച്ചു കിടക്കുന്ന ഭാരതത്തിൻ്റെ സമ്പദ്ശേഷിയുടെയോ വിഭവശേഷിയുടെയോ കോടിയിലൊന്നു പോലുമില്ലാത്ത, എന്നാൽ എത്തിച്ചേർന്ന പ്രദേശങ്ങളിലെ സ്വാധീന കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞ പാകിസ്ഥാനികളും ജിഹാദികളും ഭാരതത്തിൻ്റെ ശത്രുക്കളും, ഭാരതത്തിനുള്ളിലുള്ള രാഹുൽ ഗാന്ധി തുടങ്ങി അരുന്ധതി റോയ് വരെയുള്ളവർ, നിവേദിത മേനോൻ മുതൽ കേരളത്തിലുള്ള സച്ചിദാനന്ദൻ വരെയുള്ളവർ, ഇവരെല്ലാം ആത്യന്തികമായി ഭാരതവിരുദ്ധത എന്ന കാര്യം വരുമ്പോൾ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. അതാണ് ഞാൻ ആദ്യം BBC-യുടെയും അൽ ജസീറയുടെയും ഒരു ഉദാഹരണം പറഞ്ഞത്. ഇരുവരുടെയും അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ എന്ന് അവർ പ്രഖ്യാപിക്കുന്ന ആശയങ്ങൾ തമ്മിൽ ഒരു കാലത്തും ചേർന്നു പോകില്ല. പക്ഷേ ഭാരതവിരുദ്ധതയുടെ കാര്യം വരുമ്പോൾ ഒന്നാണ് നമ്മൾ എന്നതാണ് അവരുടെ തത്വശാസ്ത്രം. അതിനെതിരെ ഒരു ആഖ്യാന സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുക. നിങ്ങളുടെ ആശയങ്ങൾ ആര് ഷെയർ ചെയ്താലും ഇല്ലെങ്കിലും കൃത്യമായിട്ടും വ്യക്തതയോടുകൂടിയും, ഫേസ്ബുക്കിലൊരു കുറിപ്പായിട്ടാണെങ്കിൽ അങ്ങനെ, യൂട്യൂബ് വീഡിയോ ആയിട്ടാണെങ്കിൽ അങ്ങനെ, ഒരു ഉദാഹരണം പറയുമ്പോൾ തത്വമയി ന്യൂസിൻ്റെ ഒരു വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിലൂടെയാണെങ്കിൽ അങ്ങനെ, അത്തരത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. മറു ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുക, സത്യം പുറത്തു കൊണ്ടുവരിക, ദേശീയതയെ ഉയർത്തിപ്പിടിക്കുക. ഇത് മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള യുദ്ധങ്ങളിൽ നാം വഹിക്കേണ്ട ഭൂമിക. ആ ഭൂമിക വഹിക്കുവാൻ നാം തയ്യാറായില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാം മടി കാരണമോ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റിന് ലൈക്ക് വേണ്ടത്ര കിട്ടിയില്ല എന്നുള്ള കാരണങ്ങളാലോ, എന്ത് കാരണങ്ങൾ കൊണ്ടായാലും നാം ഒരു നിമിഷം അറച്ചു നിന്നാൽ മറുഭാഗം നമ്മുടെ രാഷ്ട്രത്തെ കാർന്നു തിന്നുന്ന പ്രക്രിയയിൽ വീണ്ടും ഒരു പടി കൂടി മുന്നോട്ട് പോകും. ഒരു ചുവട് നാം പിന്നോട്ടെടുത്താൽ 10 ചുവട് അവർക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരവസരമായി മാറും. അത് വ്യക്തികളുടെ കാര്യം ആയാലും ശരി, മാധ്യമങ്ങളുടെ കാര്യം ആയാലും ശരി, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യമായാലും ശരി. ദേശീയതയോടൊപ്പമാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നിയന്ത്രിക്കുന്ന മാധ്യമമെങ്കിൽ കൃത്യമായിട്ട് തന്നെ അക്ഷീണം അവർക്കെതിരെ പൊരുതുക. ആഖ്യാനങ്ങൾക്ക് മറുപടികൾ കൃത്യമായ ഭാഷയിൽ നൽകുക. അസഭ്യവർഷമോ പുലഭ്യം പറച്ചിലോ ഒന്നുമല്ല മറുപടി. കൃത്യമായിട്ടുള്ള മറു ആഖ്യാനങ്ങളാണ് ഇനി നാം ഒരുക്കേണ്ട, കൃത്യമായി പ്രയോഗിക്കേണ്ട ആയുധങ്ങൾ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാൻ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും
ഉത്രാടം ദിനാശംസകൾ. നാളത്തേക്ക് തിരുവോണം സമ്പൽ സമൃദ്ധവും ഐശ്വര്യ സമൃദ്ധവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇന്നത്തെ ഓട്ടപ്രദർശനം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.